ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോക്കാണ്. മക്കളെ ഇത് ഉറക്കക്കിടക്കയിൽ തന്നെ എടുത്ത് കിടത്തിയതാണ്. കുറച്ച് നാളായി എവിടെയെങ്കിലും പോകണം എന്ന് വിചാരിക്കുന്നു. പിന്നെ ദിവസവും സമയം ഒത്തു വന്നിട്ട് പോക്കുണ്ടാവില്ല. അതിനായിട്ട് നമ്മളൊരു ദിവസം കാണല്ലേ വേണ്ടേ. അപ്പം ഇന്നാണ് ആ ദിവസം. അങ്ങനെ വീട്ടിൽ നിന്ന് ബൈ ഒക്കെ പറഞ്ഞ് നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങലാണ്. അങ്ങനെ നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ള പെട്രോൾ പമ്പിൽ നിന്ന് എണ്ണയൊക്കെ അടിച്ച് പോക്കാണ്. വെളിച്ചമൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല. നമ്മൾ ഒരു 3:30 ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 4:30 ആയിനേനും. അങ്ങനെ നമ്മൾ ഓരോന്ന് സംസാരിച്ച് ഇങ്ങനെ പോക്കാം. അങ്ങനെ ഇതാ വെളിച്ചമൊക്കെ വന്ന് തുടങ്ങി. അങ്ങനെ റോഡിലൊന്നും അങ്ങനെ അധികം വണ്ടികളൊന്നും ഇല്ല. നേരം വെളുത്തിട്ടല്ലേ ഉള്ളൂ. തിക്കോടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി അടുത്ത പെട്രോൾ പമ്പിൽ കയറിയിട്ട് നമ്മൾ ഒന്ന് ഫ്രഷ് ആയിക്കോട്ടാന്ന് ചോദിച്ച് ഒരു കുഴപ്പമില്ല. അവർ ചോദിക്കാൻ നേരം ഇല്ലാണ്ടായിക്കോന്ന് പറഞ്ഞു. നല്ല ആൾക്കാരാണ്. പിന്നെ മക്കളൊക്കെ എഴുന്നേപ്പിച്ച് അവരും ഫ്രഷ് ആയി. ഇത് കണ്ട എവിടെ പോകുന്നുണ്ടെങ്കിൽ കാറ് വേണം. കുറച്ച് വീട്ടിലും കുറച്ച് കാറിലും കുറച്ച് എൻ്റെ ബാഗിലും. എവിടെ പോകുന്നുണ്ടെ ഇയാൾക്ക് കാർ വേണം. മറ്റേ നമ്മൾ റീൽസിലൊക്കെ കാണുന്നല്ലേ, അതൊക്കെ സംഭവം സത്യമാണ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഫോണ് വേണ്ടി വരും. അതിനെക്കാട്ടി നല്ല കാറിനെ കൊണ്ട് കളിക്കുന്നതാണ്. അങ്ങനെ കൊയിലാണ്ടി എത്തിയേരം നമുക്ക് ചെറുതായിട്ട് വിശപ്പിന്റെ വിളി വരാൻ തുടങ്ങി. അതുകൊണ്ട് നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഹോട്ടലിൽ. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച ഐറ്റംസ്. അങ്ങനെ നമ്മൾ വയറ് നിറച്ചും ഭക്ഷണം കഴിച്ച് അടിപൊളിയായി, നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി. പിന്നെ നമ്മൾ നാഷണൽ ഹൈവേ കയറി. ഇവിടുന്ന് അങ്ങോട്ട് നല്ല യാത്രയും. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ സ്നാക്സ് ഒന്നും വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടില്ല. എനിക്കാണെങ്കിൽ എന്തെങ്കിലും തിന്നണം പോലെയുണ്ട്. ഇനി ഈ റോഡിൽ നിന്ന് ഇറങ്ങിയിട്ടാകുമ്പോഴേ വാങ്ങിക്കാൻ പറ്റും. ഇയാള് പിന്നെ വീണ്ടും അടുത്ത ഉറക്കിലേക്ക് പോക്കാന്ന്. പിന്നെ നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല. നമ്മൾ സ്നാക്സും ജ്യൂസൊക്കെ കുടിച്ചോണ്ട് തന്നെ നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല. ആർക്കും വേണ്ടി വന്നിട്ടില്ല. പിന്നെ ഈ കണ്ടോണ്ട് നിൽക്കുന്ന ഫോറസ്റ്റ് ചാലക്കുടിയാണ് കേട്ടാ. പിന്നെ നമ്മൾ എവിടത്തേക്കാ പോകുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ വാൽപ്പാറയിലേക്കാണ് പോകുന്നത്. ആദ്യമായിട്ട് പോകുന്നതാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് നമ്മൾ വരാറേ ഇല്ല. നമ്മൾ പോകുന്ന ഭാഗം നമ്മൾ അധികം ട്രിപ്പ് പോകുന്നത് ഊട്ടി, കൊടൈക്കനാൽ, കൂർഗ് ആ ഒരു ഭാഗത്തേക്കാണ് പോക്ക്. ഇങ്ങോട്ടേക്ക് വരാറേ ഇല്ല. ഞാൻ പണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വന്നത്. അതുവഴി മൂന്നാർ അങ്ങനെ പോയത്. പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഇല്ല. അങ്ങനെ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഈ വഴി പോകുന്നത്. ഈ വരുന്ന റൂട്ടൊക്കെ ചാലക്കുടി തന്നെയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ആ വഴി തന്നെ ഫോറസ്റ്റ് അങ്ങനെ തന്നെ വന്ന് വെള്ളച്ചാട്ടം, അതിരപ്പള്ളി വെള്ളച്ചാട്ടം എല്ലാം കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് വന്നാൽ ഇവിടെ ഒരു വാഷ്റൂമൊക്കെ ഉണ്ട്. വാഷ്റൂമിൻ്റെ ചുറ്റുഭാഗം പരിസരമൊക്കെ നല്ല വൃത്തിയും ക്ലീനൊക്കെയാണ്. പിന്നെ വാഷ്റൂം അത്ര പോരാ, അത് ക്ലീനിങ് ആക്കുന്നവർ തന്നെ പറയണമെന്നില്ല. ഞാൻ അതിനോട് യോജിക്കുന്നുമില്ല. അത് യൂസ് ചെയ്യുന്ന ആൾക്കാരും ആ ഒരു വൃത്തി കാണിക്കണം. എന്തായാലും വാഷ്റൂം അത്ര പോരാ. പിന്നെ അവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ടായിന്. നമ്മൾ അവിടുന്ന് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഇനി അങ്ങോട്ടേക്ക് വരുന്നതും ഫോറസ്റ്റ് തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ കുറേ സമയത്തായി കാണുന്ന ഫോറസ്റ്റ് തന്നെയാണ്. പിന്നെ സിഗ്നലോ കാര്യങ്ങളോ ഇല്ലാന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ പാട്ടും മേളമൊന്നും ഇല്ലാണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയ സ്ഥലത്തിരാ നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് ഇറങ്ങി. അപ്പോഴാ ഒരു കാഴ്ച കണ്ടതാ. നിങ്ങളും കണ്ടോ? ഫാമിലി ആയിട്ട് വെള്ളം കുടിക്കാൻ വന്നതാന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നല്ലൊരു കാഴ്ച കിട്ടി. പിന്നെ വരുന്ന വഴിയിൽ ഓരോ സ്ഥലങ്ങൾ കണ്ട് അവിടെ സൈഡാക്കി നിർത്തി ഇറങ്ങി. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് സമയം പോകുന്ന അറിയുന്നേ ഇല്ല. പിന്നെ നമ്മൾ ഈ പോകുന്ന റൂട്ട് മൊത്തം ഫോറസ്റ്റ് റൂട്ടാണ് കേട്ടോ. നല്ല നല്ല കാഴ്ചകൾ കാണാം. അതായത് നോക്കിയാൽ അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും റിയലായിട്ട് കാണാൻ, വീഡിയോസിനെക്കാട്ടി റിയലായിട്ട് കാണാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. ഇപ്പോൾ സമയം 6:30 ആയി. നമ്മളിപ്പോഴും ചാലക്കുടി ആ റൂട്ട് തന്നെയുള്ളതും. ഇനിയിപ്പോൾ വാൽപ്പാറ എത്തുമ്പോൾ കാഴ്ചകളൊക്കെ കാണാൻ പറ്റൂല എന്ന് തോന്നുന്നു ഇരുടായി കഴിഞ്ഞാൽ. അങ്ങനെ നമ്മളിത് വാൽപ്പാറയിലെത്തി റൂം എടുത്ത്. ഇപ്പം സമയം 7:45. ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇരുടായി തുടങ്ങി. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിന്, പക്ഷെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ റൂം എടുത്തതാണ്. ഇതാണ് നമ്മുടെ റൂം. ഇവർ രണ്ടാളും TV കാണലാന്ന്. പിന്നെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റൂം തന്നെയാണ്. പിന്നെ ഫുഡൊക്കെ നമ്മൾ വന്നപാടെ തന്നെ കഴിച്ച്. അപ്പോൾ പിന്നെ ഇനി വേഗം കടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ എണീക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും ബാക്കി വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ കാണാം. ബായ്.